ഹായ് ഫ്രണ്ട്സ്, മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം വായിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ദേവയാനി പൂജാമുറിയിലേറി പ്രാർത്ഥിക്കണം കേട്ടോ. ഭഗവാനെ കേൾക്കേണ്ട വാർത്ത കേൾപ്പിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, സന്തോഷം കൊണ്ടാണോ ഏടത്തി ഈ നേരത്തെ പൂജാമുറിയിൽ കയറിയത്? അതെ, ഇതുപോലെ ഒരു നല്ല കാര്യം നടന്ന സ്ഥിതിക്ക് ദൈവങ്ങൾക്ക് മുന്നിൽ വിളക്ക് കൊടുത്ത് നന്ദി പറയണ്ടേ. അത് കേട്ടോ ജലജയുടെ മുഖം അങ്ങ് പോയിട്ടോ. അപ്പോഴേക്കും നമ്മുടെ അനി വന്നിട്ടുണ്ടേ. കയ്യിലൊരു കവറുണ്ട് കേട്ടോ. ആ കവർ അവിടെ വെച്ചിട്ട് അതിന് ഒരു പൊതി എടുത്തിട്ട് എല്ലാവർക്കും നീട്ടിയിട്ട് പറയുന്നുണ്ട്, ദാ ഇതിലൊന്നോ രണ്ടോ എടുത്തോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനി. അപ്പോൾ ജാനകി ചോദിക്കട്ടെ, എനിക്ക് വിശേഷമുള്ള കാര്യം നീ അറിഞ്ഞോ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ അനി പറയുന്നത്, അറിഞ്ഞു ഏട്ടനെ എടുത്തേയും ഗോളടിച്ചു, പിന്നെ രണ്ടെണ്ണം എടുക്കാൻ പറഞ്ഞത് ഡബിൾ സന്തോഷമുള്ളതുകൊണ്ടാണ്. ഒന്ന് ഏട്ടത്തി അമ്മയാവാൻ പോണേ എൻ്റെ സന്തോഷം, പിന്നൊന്ന് ഞാൻ ബിസിനസ്സിൽ വിജയിച്ചതിൻ്റെ സന്തോഷം. അപ്പോൾ ഇത് കേട്ടിട്ട് ആദർശ് നയനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടാ, അതിൻ്റെ ഒരു സന്തോഷം നിൻ്റെ അക്കൗണ്ടിൽ എത്തിക്കാണുമല്ലോ, ലാഭത്തിൻ്റെ വിഹിതേ കൃത്യമായിട്ട് നിൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിനൊന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് നീയാണോ പറയണത്? എടാ, ആര് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കിയാലും അതിൻ്റെ ഒരു അംശം അവർക്ക് കിട്ടിയിരിക്കും. ലജയ്ക്ക് അത് കേട്ടിട്ട് ഇങ്ങനെ ആകെ വിമിഷ്ടമായിട്ട് പോയാ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതിടാ ഞാനായിട്ട് തുടങ്ങിയതൊന്നുമല്ല, ഇത് പണ്ട് മുതലേ കമ്പനിയുടെ രീതി അതാ. നയനോട് അനി പറയണ്ട കേട്ടോ, ഏട്ടത്തി നാണിച്ച് നിൽക്കാത്തതാ ഇതിലൊന്നും എടുക്കുന്നു പറഞ്ഞിട്ട് നീട്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ നയനെ പറയുന്നുണ്ട്, നാണോ എനിക്കോ? അപ്പോൾ അനി പറയണ്ടിട്ടോ, ചെറിയ നാണൊക്കെ ഉണ്ട്. അപ്പോൾ ജലജ പിന്നിൽ നിന്നിട്ട് ഇങ്ങനെ പുറുക്കണം കേട്ടോ. അവന് സന്തോഷിക്കാമല്ലോ എന്ന് വെച്ചാൽ ലാഭവിഹിതം എന്ന് പറയുമ്പോൾ നല്ലൊരു തുക അവനെ എത്തിക്കാണും. പെണ്ണും പടക്കോഴിയൊന്നും ഇല്ലെങ്കിലും കാശിനൊരു പഞ്ഞുമില്ല. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് എടുത്ത് സന്തോഷം തന്നല്ലോ, ഇതിൽ നിന്ന് ഒരു ലഡു എടുത്ത് കഴിക്കണം എന്ന് പറയണില്ല, ഒരു ലഡു എടുത്തിട്ട് പകുതി കഴിച്ചിട്ട് പകുതി മുത്തശ്ശിന് കൊടുക്കണം. ഇതിനെനിക്ക് ആദർശൊരു കഷ്ണം എടുത്തിട്ട് നയനയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മുത്തശ്ശി എടുക്കാൻ പോകുമ്പോഴേക്കും ദേവേനെ കയറി പിടിച്ചു. അമ്മ ലഡൊന്നും കഴിക്കണ്ട. അപ്പം മുത്തശ്ശി പറയണ്ടിട്ട്, ആര് പറഞ്ഞു കഴിക്കണ്ടെന്ന്? ഇന്നത്തെ സന്തോഷം ഞങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നമാണെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ലഡു എടുക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയണ്ട കേട്ടോ, കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്താനും ആദർശിനെ പോലെ ബിസിനസ് ഏറ്റെടുക്കാനൊക്കെ നിങ്ങൾക്കും ആദ്യം തന്നെ ഒരു ആൺകുഞ്ഞ് പിറക്കട്ടെ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അത് ശരി, അങ്ങനെയുള്ള ചിന്തകളൊക്കെ മുത്തശ്ശിക്കും ഉണ്ടല്ലേ? ഇതേ മുത്തശ്ശി ഇപ്പോഴേ ഓരോരോ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നതേ പെൺകുട്ടികളാ, അവരാ സ്മാർട്ടായിട്ട് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ആണായാലും പെണ്ണായാലും മെടുക്ക് തെളിയിക്കുകയാണെങ്കിലേ അവരായിരിക്കും കമ്പനിയുടെ അടുത്ത MD. അപ്പം ജലജ കയറി ഗോളടിക്കാൻ നോക്കണം കേട്ടോ. ജലജ പറയും, ഇനിയിപ്പോൾ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ അബിക്ക് ജനിച്ചത് ആൺകുട്ടിയാണല്ലോ. അപ്പം മുത്തശ്ശി പറയണ്ട, ആ ഒറ്റ കാരണം കൊണ്ട് ആ കുട്ടി അബിയുടെ ആയതുകൊണ്ട് ഒരു കാര്യം അതിനെ ഏൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അല്ലെങ്കിലേ നീയും അബിയും ആ കുഞ്ഞിനെ വളർത്താതിരിക്കണം. എന്നിട്ട് ദേവയാനിയോട് പറയണ്ട കേട്ടോ, അതേ മരുമോളാണ് അമ്മായിമ്മയ്ക്ക് കരള് ദാനായിട്ട് തന്നത്, ഇതിനെ പ്രത്യുപകാരം ചെയ്യാൻ പറ്റിയ സമയമാണ്. മരുമകളെ അമ്മായിമ്മ നന്നായിട്ട് നോക്കണം കേട്ടോ എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ ദേവേനെ അവിടെ നിന്ന് വന്നിട്ട് നയനയുടെ 2 കൈയും പിടിച്ചിട്ട് പറയണ്ട കേട്ടോ, അത് എന്നോട് പറയുന്നതാ വിഷമം, ഇനി ഇവിടെ ഞാൻ വെട്ടം വല്ലം തിരിയാൻ സമ്മതിക്കില്ല. എന്നിട്ട് വീണ്ടും നയനയുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവരും ചിരിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ജലജയ്ക്ക് അപ്പോഴും ഭയങ്കര ദേഷ്യത്തിലാണ്. ജലജ അപ്പം അങ്ങനെ ഗൂഢമായിട്ട് എന്തോ ആലോചിച്ച് നിൽക്കണം പോലെ ദേഷ്യം വന്നിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവീനാണേ. അപ്പം നവീൻ എന്തോ ഇരുന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഗുമസ്തൻ വരുന്നുണ്ട്. ഗുമസ്തൻ ചോദിച്ചു, ചായ വേണോ, കാപ്പി വേണോ, ജ്യൂസ് വേണോ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നുണ്ട്. അല്ല, ഇങ്ങനെ ആലോചിച്ചിരുന്നാലേ ചിലപ്പോൾ ഉറക്കം വരും, അതുകൊണ്ടാണ് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചത്. തൽക്കാലം ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ നവീൻ. ആയിക്കോട്ടെ എന്ന് പറയുന്നത്. എന്നിട്ട് ഗുമസ്തൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പോൾ ഏത് സമയം ഒരേ ആലോചനയിലാണല്ലോ, എന്നിട്ട് ആലോചിക്കേട്ടോ. അങ്ങനെ തലയ്ക്ക് തീ പിടിച്ച് ആലോചിക്കാൻ പറ്റിയ കേസുകളൊന്നും ഇപ്പം നമുക്കില്ലല്ലോ. എന്നിട്ട് നവീനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് നമുക്ക് ആ മൂർത്തി സാറിൻ്റെ കേസാണ്, അത് നമ്മൾ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ ഞാനറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള കേസ് വന്ന് പെട്ടോ? അപ്പോൾ നവീൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഗുമസ്തൻ അറിയാതെ ഏതെങ്കിലും കേസ് വക്കീലന്മാർക്ക് ഉണ്ടാവുമോ? അപ്പോൾ ഗുമസ്തൻ ചിരിച്ചിട്ട് പറയണ്ട കേട്ടോ, അയ്യോ ഞാൻ ആ കേസിൻ്റെ കാര്യമല്ല പറഞ്ഞത്, മറ്റേ കേസിൻ്റെ കാര്യമാണ്. ഏത് കേസിൻ്റെ ചോദിക്കുന്നുണ്ട് കേട്ടോ നവീൻ എനിച്ചിട്ട്. അപ്പോൾ ഗുമസ്തൻ പറയണ്ട, അല്ല സാറിൻ്റെ അമ്മ ഏത് നേരവും കല്യാണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, സാറാണ് വഴുതി മാറി നടക്കുന്നത്, ഇനിയിപ്പോൾ ആരും അറിയാതെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അന്യമതക്കാരിയാണെങ്കിലും വേണ്ടില്ലേ ഞാൻ സാറിൻ്റെ മുത്തച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ ആക്കി തരാം. അപ്പം നവീൻ പറയണ്ട കേട്ടോ, എൻ്റെ മനസ്സിലൊരു പെൺകുട്ടി കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താനുള്ള ചങ്കൂറ്റൊക്കെ എനിക്കുണ്ട്, അതിനെനിക്കൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഗുമസ്തൻ ചിരിച്ചിട്ട് പറയണ്ടോ, എന്നാൽ പിന്നെ ചിന്തിച്ചോ, ആ ചിന്ത മുടക്കണ്ട, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ പോയി. അപ്പോഴും നവീൻ പിന്നെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചിരിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഒരു കോളേജാണ് കേട്ടോ. അപ്പോൾ 2 പെൺകുട്ടികൾ നടന്നു വരുമ്പോൾ സീനിയേഴ്സ് ഇരുന്നിട്ട് കാല് പൊക്കി ഇങ്ങനെ തടസ്സം ചെയ്തു. അപ്പോൾ എന്നിട്ട് ഒരുത്തൻ വന്നിട്ട് പറയുന്നുണ്ട്, ഈ കോളേജിന് ഒരു കിഴവഴക്കുണ്ട്, ജൂനിയേഴ്സ് സീനിയേഴ്സിനെ ബഹുമാനിക്കണം. അത് നമ്മുടെ കോളേജിൽ മാത്രമല്ല, എല്ലാ കോളേജിലും അങ്ങനെ തന്നെയാണ്. അതിലുപരി നമ്മളെപ്പോലുള്ള തമ്പുരാക്കന്മാരെ മൈൻഡ് ചെയ്യാണ്ട് ഇവിടെ ഒരുത്തിക്കും പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അതിലത്തെ പെൺകുട്ടിയുടെ അടുത്ത്. പിന്നെ ക്യാമ്പസിലിട്ട് നിന്നോടൊക്കെ അങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ അത് പ്രശ്നവും, അതുകൊണ്ടാണ് പുറത്ത് വെച്ച് കാണേണ്ട രീതിയിലൊന്നും കാണാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മറ്റൊരുത്തം വന്നിട്ട് പറയണ്ട കേട്ടോ, ചുംബന സമരമൊക്കെ നടക്കണോണ്ടേ ഇതിപ്പോൾ ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. ആ പെൺകുട്ടികൾ പേടിച്ചു പോയിട്ടോ. എന്നും പറഞ്ഞിട്ട് ആ കുട്ടീനെ മുഖം പിടിച്ചിട്ട് ഇങ്ങനെ ചുംബിക്കാനായിട്ട് കൊണ്ടുവരികയാണ് ഈ പയ്യൻ. കൂടെ നിൽക്കണ പെൺകുട്ടി ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അടുത്ത്
എത്തിയതും പുറത്തുനിന്ന് ഒരിട്ട ചവിട്ടിന് കാണാം. അങ്ങനെ പയ്യൻ മറിഞ്ഞു വീണു. അപ്പോൾ എല്ലാവരും കൂടി ആകെ നോക്കുന്നുണ്ട് ഇത് ആരാന്ന്. നോക്കിയപ്പോൾ നമ്മുടെ നന്ദുട്ടൻ. ആ പയ്യൻ വീണ്ടും പിന്നെ എനിക്കില്ലേ. അപ്പം മറ്റേ വന്നിട്ട് ഡി എന്ന് പറഞ്ഞിട്ട് നന്ദുട്ടൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ചവിട്ട് അതിനും കിട്ടി. അപ്പം വീണ്ടും എടി എന്ന് വിളിച്ച് വന്നു. വീണ്ടും ഒരു ചവിട്ട് കിട്ടി. ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് മുഖം പിടിച്ചുയർത്തിയിട്ട് ഒറ്റയടി മുഖത്തിനും കൊടുത്തിട്ടുണ്ട് നന്ദുട്ടൻ. എന്നിട്ട് പറയുന്നത് ഒരാളുടെ അനുവാദം ഇല്ലാതെ ചുംബിക്കുന്നത് തെറ്റാ ചേട്ടാ. സീനിയേഴ്സിനെ ജൂനിയേഴ്സ് ബഹുമാനിച്ചില്ലെങ്കിൽ എന്താ കോളേജിൽ തുടരാൻ ഞങ്ങൾക്ക് പറ്റില്ലേ? ഇത് എവിടുത്തെ നിയമമാണ് എന്ന് ചോദിക്കണ്ടേട്ടാ. അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട് നിന്നെ ഞങ്ങൾ നോട്ടിട്ടിരിക്കടി. എന്നാൽ പിന്നെ ഇന്ന് തന്നെ നോട്ടങ്ങ് അവസാനിപ്പിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അടുത്ത വിട കൊടുത്തു. എനിക്ക് മറ്റേ ആദ്യം വേണവനും കൂടി എനിക്ക് വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടി വന്നു കേട്ടോ. അങ്ങനെ പൊരിഞ്ഞിടിയായി. അങ്ങനെ അന്ന് തന്നെ മദ്യ വരുവോളം കൊടുത്തിട്ടുണ്ട് തന്നിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇത് നവീൻ ആലോചിച്ചതായിരുന്നു. ഇത് പണ്ടെപ്പോഴും നടന്നൊരു സംഭവമാണ് കേട്ടോ. നവീൻ അത് ആലോചിച്ചിട്ടാണ് ഇപ്പോൾ കിടക്കണേ. അത് എൻ്റെ ചാരി ഇങ്ങനെ കിടക്കായിരുന്നു. എൻ്റെ ഇരുന്നു കേട്ടോ. ഇരുന്നിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അന്ന് തൊട്ടേ ഞാൻ അവളുടെ കടുത്ത ആരാധകനാണ്. പക്ഷേ അതൊരു പ്രണയം മാറിയത് ഇപ്പോഴാണെന്ന് തോന്നുന്നത്. എന്നിട്ട് വീണ്ടും ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ നവീനും നമ്മുടെ നന്ദുട്ടനോട് പ്രേമം. പിന്നെ നന്ദുട്ടനെ കുറിച്ച് മാത്രമായിട്ടോ ചിന്ത. നന്ദുട്ടൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ടായ ഇൻസിഡൻസ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. സച്ചിനോട് പറഞ്ഞ ഡയലോഗും സച്ചിനെ വലിച്ച് പുറത്തിറക്കിയതൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് ചിരിക്കുകയാണ്. പിന്നെയും കുറച്ച് നേരം ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് ചിരിച്ച് നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നവീൻ. ഈ സമയം നവീൻ്റെ വീട്ടിലേക്ക് നമ്മുടെ അനി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാതിൽ തുറന്ന് മോനായിരുന്നാ അമ്മേനെ വാതിൽ തുറന്നേ. വാ മോനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ലഡു അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് എന്താ ആൻറ്റി ഏട്ടത്തേക്ക് വിശേഷമുണ്ട്, ഇതാ ലഡു കഴിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നവീൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ മരുമോൾക്ക് വിശേഷമില്ല എന്ന് പറഞ്ഞ ദേവി എനിക്ക് ഭയങ്കര വിഷമായിരുന്നല്ലോ, ഇപ്പം അതൊക്കെ മാറിയോ? അവിടെ ഭയങ്കര എല്ലാവരും സന്തോഷത്തിലാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവീൻ്റെ അമ്മ പറയുന്നുണ്ട് അവിടെ മാത്രം സന്തോഷം മതിയോ? ഇവിടെ ഒരുത്തനോട് ഞാൻ എത്ര നാളായിട്ടൊന്ന് കെട്ടാൻ പറയാം. എന്നിട്ട് അവൻ മൈൻഡേ ചെയ്യണില്ല. അവനിപ്പോൾ അവൻ്റെ മുത്തശ്ശനെ പോലെ കഴിവ് തെളിയിച്ചിരിക്കുക. അത്യാവശ്യം നല്ല പൈസയുണ്ട്. ഇനിയിപ്പോൾ അതില്ലെങ്കിലും അവന് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എന്താ അവനൊരു കല്യാണം കഴിച്ചാൽ? പനിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നല്ല നല്ല എത്ര ആലോചനകൾ വന്നു എന്നറിയോ, അവനതൊക്കെ ഉഴപ്പി കളയുക. അപ്പം അനി പറയുന്നുണ്ട് അതല്ല ആൻറ്റി, ഇപ്പോഴത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ കല്യാണം കഴിക്കാൻ പേടിയാ. കല്യാണം കഴിച്ച മനസ്സമാധാനം കളയണ്ടെന്നാ പൊതുവെയുള്ളൊരു നിലപാട്. എൻ്റെ കാര്യം തന്നെ എടുക്കാമല്ലോ. ഒരുത്തി കൊണ്ടുവന്ന ശേഷം മുത്തശ്ശനും മുത്തശ്ശിക്കും കൂടി കോടതി കയറേണ്ടി വന്നില്ലേ? അപ്പം നവീൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ന് വെച്ച് എല്ലാ ആണും പെണ്ണും അങ്ങനെയാണോ? അപ്പം അനി പറയുന്നുണ്ട് കേട്ടോ കൂടുതൽ പേര് അങ്ങനെ തന്നെയാണ്. സ്വാർത്ഥത തലക്കി പിടിച്ച ആൾക്കാരെയാണ് കെട്ടിക്കൊണ്ട് വരുന്നെങ്കിലേ അവിടെ തീരും എൻ്റെ ജീവിതം. ഒരുത്തി എൻ്റെ തലയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന മനസ്സമാധാനം ഉണ്ടല്ലോ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നവീൻ്റെ അമ്മ പറയുന്നുണ്ട് കേട്ടോ അവൻ മുകളിലുണ്ട്, ഇതൊന്നും പോയി അവനോട് പറയണ്ട. അവനെ മോനൊന്ന് ഉപദേശിക്കേ, നിങ്ങളൊക്കെ കൂട്ടുകാരാണല്ലോ. ശരി ആൻറ്റി, ഞാൻ അവനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ സമയമാണെങ്കിലോ നവീൻ ഇരുന്നിട്ട് മൊബൈലിൽ നന്ദുട്ടൻ്റെ ഫോട്ടോസ് കണ്ട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ അനി ചെന്നൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനി ചെന്നിട്ട് ഒന്ന് ചുമച്ചു. ഫോൺ അവിടെ വെച്ചിട്ട് ചാടി എനിക്ക് വരിട്ടോ നീയായിരുന്നു എന്ന് ചോദിച്ചിട്ട്. എന്താടാ അപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നേക്കിട്ടോ അനി. അപ്പോൾ നവീൻ ചിരിച്ചിട്ട് പറഞ്ഞു ഒന്നുമില്ലടാ എന്ന് പറയുന്നുണ്ട്. നീ ഇതൊന്ന് കഴിച്ചെന്ന് പറഞ്ഞിട്ട് ലഡു കൊടുത്തപ്പോൾ അതെടുത്ത് കഴിച്ചിട്ട് നവീൻ ചോദിക്കുന്നുണ്ട് കേസ് ജയിച്ചു നീ ഇപ്പോഴാണോ മധുരമായിട്ട് വരുന്നത്? അപ്പോൾ ചോദിക്കുന്നുണ്ട് കേസ് ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് പൈസ തന്നില്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവീൻ ചിരിക്കുന്നുണ്ട് ഇതേ നയനെടുത്തി അമ്മയോ മോണേൻ്റെ സന്തോഷത്തിനാണ്. അപ്പോൾ നവീൻ ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അതാ ഇങ്ങനെ കൊതിക്കാൻ മതിയോ? ആദർശനെ വിളിക്കുന്നുണ്ട്, ഒരു ഗംഭീര പാർട്ടി റെഡിയാക്കാൻ പറയണം. അത് നീ എന്ത് വെച്ച് വേണമെങ്കിൽ പറഞ്ഞോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ പരാതിയോട് പരാതിയാ. നിനക്ക് നല്ല നല്ല ആലോചനകൾ വന്നിട്ടും നീ പെണ്ണ് കാണാൻ പോകത്തില്ലേ? നിൻ്റെ അമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ടടാ. നവീൻ പറയുന്നുണ്ട് കേട്ടോ. അമ്മ മാത്രമല്ല ദുബായിൽ നിന്ന് അച്ഛനും വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. അവിടെയുള്ള അച്ഛൻ്റെ 1-2 സുഹൃത്തുക്കളുടെ മക്കളുടെ വിവാഹാലോചനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനിനി ലീവിന് വരുമ്പോൾ അത് സീരിയസ് ആയിട്ട് മൂവ് ചെയ്യുമെന്ന് അറിയില്ല. അത് ചെയ്യട്ടെ. വീട്ടുകാർ ഇഷ്ടപ്പെട്ട് നടത്തുന്ന ബന്ധങ്ങളാണ് എപ്പോഴും നല്ലത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരുത്തിയെ കെട്ടിയിട്ട് എന്തൊക്കെ ഉണ്ടായെന്ന് നിനക്കറിയാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവീൻ ചോദിക്കുന്നുണ്ട് നീ ആരെയും പ്രേമിച്ചിട്ടില്ലേ? അപ്പോൾ അനി എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞിട്ട് നിർത്തിയപ്പോൾ പറയുന്നുണ്ട് നമ്മൾ തമ്മിലധികം കണക്ഷൻ ഇല്ലാതിരുന്നുകൊണ്ട് നിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. നീയോ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്ന് ചോദിക്കണ്ടേട്ടോ അനി. എന്നിട്ട് ചോദിക്കണ്ട അല്ല അതിൻ്റെ ഇടയ്ക്ക് നിൻ്റെ മനസ്സിലാരെങ്കിലും ഇടിച്ചു കയറിയോ? അപ്പം നവീൻ ചിരിച്ചിട്ട് പറയട്ടോ ഈ അടുത്തിടെയായിട്ട് ഒരാളെന്നെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. ആരാടാ നീ ആളെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അനി പിന്നെ നടക്കണ്ട കേട്ടോ. ബാക്കി സെറ്റ് ചെയ്യണ കാര്യമൊക്കെ ഞാൻ ഏറ്റു. നിൻ്റെ കാര്യം ആയതുകൊണ്ട് എൻ്റെ മുത്തച്ഛനെ കൊണ്ട് നിൻ്റെ മുത്തച്ഛനോട് സംസാരിപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ അത് വേണ്ട, നിൻ്റെ അമ്മയോട് ഞാൻ തന്നെ കാര്യം പറയാം. ഇപ്പം തന്നെ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പം നവീൻ പറയുന്നുണ്ട് തൽക്കാലം വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം അനി പറയുന്നുണ്ട് പെൺകുട്ടി ഏതാന്ന് എന്നോട് പറഞ്ഞോ? അതൊന്നും പറയാനുള്ള സമയമായിട്ടില്ല. അപ്പം അനി പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം. പ്രേമിക്കുന്ന സമയത്ത് എല്ലാവരും നല്ലതാണെന്ന് നമുക്ക് തോന്നും. നിനക്ക് ഇപ്പോൾ ഒരു ടെൻഷനും ഇല്ല. എന്നെ പോലുള്ളൊരു കോടതിയിൽ വരുമ്പോൾ ആ കേസ് വാദിച്ച് ജയിക്കുന്ന ടെൻഷൻ മാത്രമേ ഇപ്പം നിനക്കുള്ളൂ. പക്ഷേ നല്ല കല്യാണം അല്ലെങ്കിൽ കുടുംബം കുളം തോണ്ടൂടാ. അപ്പം നവീൻ പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് കുടുംബം താറുമാറാകുന്ന ബന്ധങ്ങളൊന്നും ഞാൻ ചെയ്തു വയ്ക്കില്ല. എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന എനിക്കറിയാവുന്നൊരു പെൺകുട്ടി മാത്രമേ ഞാൻ ഈ വീടിൻ്റെ മരുമകളായിട്ട് തിരഞ്ഞെടുക്കൂ. ഈ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികളെ മാത്രം മനസ്സിലാക്കിയ പോരാ, അവരുടെ വീട്ടുകാരെ പറ്റിയും വീടിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കണം. കല്യാണത്തിന് മുമ്പുള്ള മുഖമായിരിക്കില്ല കല്യാണശേഷം പലരുടെയും. അപ്പോൾ നവീൻ പറയുന്നുണ്ട് ഈ പറയുന്ന പെൺകുട്ടീനെയും അവളുടെ കുടുംബത്തെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തെറ്റുപറ്റില്ല എന്ന് എൻ്റെ വിശ്വാസം.
ശരി എടാ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നാളെയാണ് കുടുംബ കോടതി, നീ എങ്ങനെയും അവളെ ഒന്ന് ഒഴിവാക്കി താടാ. അപ്പോൾ നവീൻ പറയണ്ട കേട്ടോ, അതിലും വലിയൊരു കേസിന്ന് നിന്റെ കുടുംബക്കാരെ ഒഴിവാക്കി തന്നില്ലേ, അപ്പോൾ വലിയത് നിസ്സാരല്ലേടാ. മിക്കവാറും ഞാൻ പോലും കോടതിയിൽ വരേണ്ടി വരില്ല, നീ ഉറപ്പിച്ചോ, നിന്റെ ജീവിതത്തിൽ നിന്ന് അവൾക്ക് പോകേണ്ടി വരും. ഓ തീർച്ച. ആശ്വാസം എന്നുള്ള നിലയ്ക്ക് നിൽക്കണം കേട്ടോ അനി. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, അതുകൊണ്ട് നീ ഇപ്പം തന്നെ ആരെങ്കിലും കണ്ടുവെച്ചോ നിന്റെ വീടിൻ്റെ ഇളയ മരുമകളായിട്ട്. അപ്പം അനിയനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അളിയാ, എൻ്റെ മനസ്സ് കവർന്നെടുത്തവളെ. ഇതിപ്പോൾ രണ്ടുപേരും ഒരാളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ അനിയൻ നന്ദുട്ടന് വീണ്ടും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിരിച്ച് നിൽക്കണ രണ്ടാളും. എന്നിട്ട് ലഡു അവൾക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്ദുട്ടന് അതിന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, ഇപ്പോൾ വീടിനകത്ത് മൊത്തത്തിലൊരു സന്തോഷമുണ്ട്. നാളെ കുടുംബ കോടതിയാ, നാളെ തന്നെ അനുകൂലമായൊരു വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ അർത്ഥത്തിലും ഞാൻ സ്വതന്ത്രനാ. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കണ്ട കേട്ടോ, അതെങ്ങനെയാണ് നാളെ തന്നെ വിധി വരുന്നത്, കോടതി എന്തായാലും ചിന്തിക്കാൻ കുറച്ച് സമയം തരില്ലേ. അപ്പം അനി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കാൻ സമയം തരണ കോടതി എന്ത് കോടതിയാ, അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ആ സ്പോട്ടിൽ ഡിവേഴ്സ് തരേണ്ടതല്ലേ. അപ്പം നന്ദിട്ട് അങ്ങനെ പറയണ്ടിട്ട് തിന്നേണ്ട ഇടയ്ക്ക്, എന്നാലും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സ് മാറിയാലോ. അപ്പം എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. അപ്പം അനി പറയുന്നത്, അതായത് മനസ്സ് മാറിയിട്ട് ഞാൻ വീണ്ടും അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു അല്ലേ. എടി, കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ അവസാനം അവൾ എന്നെ വിട്ടുപോയതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല. അപ്പം നന്ദിട്ട് ചിരിച്ചിട്ട് ചോദിക്കണേട്ടാ, ആര് പറഞ്ഞു പറ്റില്ലെന്ന്, എന്നെ കല്യാണം കഴിക്കുന്നത് ഒരു അബദ്ധമല്ലേടാ. അപ്പം അനി പറയുന്നത്, അബദ്ധേ ഞാനങ്ങ് സഹിച്ചോളാം, നീ കരാട്ടയും കളരിയാന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് അഹങ്കാരം കാണിച്ചാൽ തല്ലുകൊള്ളുമെന്ന് അറിയാം, എന്നാലും നിന്റെ കൈയോട് തല്ലുകൊള്ളുന്നത് എനിക്കിഷ്ടം. അപ്പം നന്നിട്ടും വെല്ലവിടെ നിന്നിട്ട് പറയണം കേട്ടോ, പക്ഷെ നിന്നെ തല്ലാനേ എനിക്ക് വിഷമം. എന്നിട്ട് നീ എന്നെ തല്ലിയിട്ടില്ലേ, അന്ന് ട്രെയിനിൻ്റെ മുന്നിൽ ഒന്ന് പിടിച്ചു മാറ്റിയിട്ടേ കാരണത്ത് നീ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടോ അത്. അപ്പം നന്നിട്ട് പറയണ്ടേ, അന്ന് പിന്നെ കാരണത്ത് അടിക്കല്ല വേണ്ടത്, നിന്നെ തല്ലി കൊല്ലിയ വേണ്ടത്. നീ എന്തൊരു അനാവശ്യമായിട്ടാ കാണിച്ചത്. അന്ന് നീ ട്രെയിനിന് മുന്നിൽ ചാടിയിരുന്നെങ്കിലേ ഇന്നിപ്പോൾ അനന്തപുരി തറവാട് ഒരു മരണവീടാവില്ലായിരുന്നോ, പിന്നെ എൻ്റെ ലൈഫ് എന്താവായിരുന്നു. അപ്പം അനി ചോദിക്കണ്ട കേട്ടോ, അല്ല ഞാൻ പോയിന്ന് കരുതി നിനക്ക് വിറ കെട്ടിക്കൂടെ. അപ്പം നന്നിട്ട് പറയണത്, നീ ഒന്ന് പോയേ, ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നിൻ്റെ കാരണത്തടിക്കാൻ തോന്നണത്. അപ്പം അനി ചിരിക്കണ്ടേട്ടാ. എന്നിട്ട് ചോദിക്കണ്ടേ, അല്ല നാളെ നീ കോടതിയിൽ വരുന്നോ, നമുക്ക് വേണമെങ്കിലേ കൈ കോർത്ത് പിടിച്ച് പോവാടി. അപ്പം നന്നിട്ട് തല കുളിക്കിട്ട് പറയണം, അപ്പം പിന്നെ കോടതിക്ക് അതൊരു തെളിവാകുമല്ലോ. ഏട്ടാ, കല്യാണ ശേഷം നീ അന്യ പെണ്ണിൻ്റെ പിന്നാലെ നടന്നെന്നും പറഞ്ഞിട്ടാ അവൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്, അത് കോടതിയിൽ നിലനിൽക്കുന്ന വാദാ. അപ്പം അനി പറയുന്നുണ്ട്, അങ്ങനെ കോടതിയിൽ അവൾ കുറേ വാദിച്ചല്ലോ, എന്നിട്ടൊന്നും നടന്നില്ലല്ലോ, നമ്മുടെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ട് നമ്മൾ ഈ കേസ് എന്തായാലും ജയിക്കും. ഇനി അവൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നാലും എത്ര വേണമെങ്കിൽ കൊടുക്കാമെന്നാണ് ആദർശേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അവളെന്ന ആപത്ത് എങ്ങനെയും ഒഴിഞ്ഞു പോയാൽ മതി. എന്നിട്ട് ചിരിച്ചിട്ട് ലഡു തന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഒരു ലഡു കൂടി കഴിക്കുന്നോ ചോദിക്കണ്ടേ കേട്ടോ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, അയ്യോ മധുരം അധികം വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, ഞാൻ കഴിച്ചതിൻ്റെ പകുതി ബാക്കി കഴിക്കുന്നുണ്ട്, എന്തെങ്കിലും വിരോധമുണ്ടോ. അപ്പം നന്നിട്ട് ചിരിച്ചിട്ട് പറയണം, അങ്ങനെയാണെങ്കിൽ കഴിക്കാം. അപ്പോൾ അനി ചിരിച്ചിട്ട് ഒരു ലഡു എടുത്തിട്ട് അതിൻ്റെ പകുതി കടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയത് നന്ദുട്ടൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലഡു കൂടി രണ്ടും കൂടി തിന്ന് അവസാനിപ്പിച്ചു. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണം നന്ദുട്ടനെയും അനിയനെയും കാണിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.